അരുണാചൽ പ്രദേശിൽ 3 മലയാളികൾ മരിച്ച സംഭവത്തിൽ നിവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. ദമ്പതികൾ 1.5 വർഷം മുൻപ് അരുണാചൽ പ്രദേശിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയാണ് ഇവർ യാത്ര പോയത്. ഇരുവരെയും കാണാതായതോടെ അന്ന് ദേവിയുടെ വീട്ടുകാർ അന്വേഷണം നടത്തിയിരുന്നു. ഇക്കാര്യം ചോദിച്ചതിന്റെ പേരിൽ ദമ്പതികൾ വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. 8 വർഷമായി കോട്ടയത്ത് നിവിന്റെ വീട്ടിലാണ് ദേവി താമസിച്ചു വന്നിരുന്നത്. സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാറില്ല എന്നും വിവരമുണ്ട്. ഒരു ഫാം ഹൗസ് തുടങ്ങാനെന്ന് പറഞ്ഞാണ് നിവിനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചത്. മാർച്ച് 17-ന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ ദേവിയും നിവിനും 10 ദിവസം എവിടെയായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. മാർച്ച് 27-നാണ് ആര്യയെ തിരുവനന്തപുരത്ത് നിന്നും കാണാതാകുന്നത്. ആര്യയെ മകളാണെന്ന് പറഞ്ഞാണ് നിവിനും ദേവിയും ഹോട്ടലിൽ മുറിയെടുത്തത്. 5 ദിവസം ഒരു മുറിയിലാണ് മൂവരും താമസിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും 3748 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സിറോ എന്ന സ്ഥലം ഇവർ തിരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഹണിമൂൺ വാലി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം രാജ്യ അതിർത്തി ഗ്രാമമാണ്. 3 പേരും പൊതുവെ ആരുമായും അടുപ്പം സൂക്ഷിച്ചിരുന്നില്ല. ആര്യയ്ക്ക് വീട്ടിൽ നിന്നും നിരന്തരം വിവാഹാലോചനകൾ നടന്നിരുന്നുവെന്നാണ് വിവരങ്ങൾ. സുഹൃത്തായ ദേവിയുടെ അഭിപ്രായപ്രകാരം എല്ലാം നിരസിക്കുകയായിരുന്നു. ഒടുവിൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹത്തിന് സമ്മതിച്ചത്. ആര്യയെ ദേവിയും നിവിനും തങ്ങളുടെ അടിമയെ പോലെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് സംശയം. ഇവരുടെ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്, ചിന്നക്കട, കൊല്ലം.